ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളി കോൺഗ്രസ് നേതാക്കൾ. തെറ്റ് ചെയ്തുവെന്ന് ബോധ്യപ്പെട്ടതായി KPCC മുൻ അധ്യക്ഷൻ K. സുധാകരനും പാർട്ടിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തുവെന്ന് സണ്ണി ജോസഫും പറഞ്ഞു. ജനക്കൊരു വാക്കും ഒരു നാക്കും ഒരു പണിയേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞെല്ലാം പറഞ്ഞത് തന്നെ. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം കേസ് വന്നല്ലോ, ആ കേസിൻ്റെ അനന്തരഫലങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. തെറ്റ് പറ്റി, അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ചെയ്ത് ശരിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ശരിയാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ഇതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല, പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുൻ എന്നാലോചിക്കുന്നത് നല്ലത്, അത്രയേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. ഞാനും പ്രതിപക്ഷ നേതാവും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. MLA സ്ഥാനം തീരുമാനിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണകക്ഷി MLA ആയിട്ട് ഭരണകക്ഷി ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ല. അത് ഞാൻ പരിശോധിക്കും. വീക്ഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അതേസമയം രാഹുലിനെ ന്യായീകരിച്ചുള്ള കോൺഗ്രസ് മുഖപത്രത്തിലെ ലേഖനത്തിൽ മുഖപ്രസംഗത്തിൽ വീഴ്ചയുണ്ടായെന്ന വീക്ഷണം MD ജേസൺ ജോസഫ് സമ്മതിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖപ്രസംഗത്തിനെതിരെ നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് പത്രം വീഴ്ച സമ്മതിച്ചത്. അതിൻ്റെ അകത്തൊരു ജാഗ്രത ഉണ്ടായെന്നുള്ളത് സത്യമാണ്. ഒരു പാർട്ടി ലൈൻ അതല്ല. പാർട്ടി സസ്പെൻഷൻ ചെയ്യപ്പെട്ട ഒരാൾ, അയാളെ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യതയും പാർട്ടിക്കില്ല. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായ ഒരു ജാഗ്രതക്കുറവ് ഗൗരവമായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹത്തിന് എതിരായി ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപത്തെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. മുഖപ്രസംഗത്തിനകത്ത് പറയുന്നത് ഇത് CPM-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലാണ്. അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായിരിക്കുകയാണ് യുവതിയുടെ മൊഴി. ഗുരുതര പാർശ്വഫലങ്ങളുള്ള മരുന്നാണ് സുഹൃത്ത് ജോബി നൽകിയത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് കഴിച്ചത് അമിത രക്തസ്രാവത്തിന് വഴിയൊരുക്കിയെന്നാണ് മൊഴി. രാഹുലിനും കൂട്ടുപ്രതി ജോബിനും വേണ്ടി അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ഇതിനിടെ പരാതിക്കാരിയായ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഹരിയാണ് ആ വിവരങ്ങളുമായുള്ളത്. ഒപ്പം റോഷിപാലുമുണ്ട്. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, ഇപ്പോൾ പരാതിക്കാരിയുടെ ഫോൺ പരിശോധിക്കുന്നു. പരാതിക്കാരി ആ ഫോൺ നൽകുകയാണോ? എന്താണ് ഇപ്പോൾ നമുക്ക് അറിയാനായത്? തീർച്ചയായിട്ടും സ്മൃതി, ഇത് അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ആ മൊബൈൽ ഫോൺ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ളത്. ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോഴുള്ള നടപടിക്രമം. ഇതിനോടകം തന്നെ ആ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മൊബൈൽ ഫോണിലാണ് ഉള്ളത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ യുവതി പറഞ്ഞിരുന്നു. ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ, ചാറ്റ് അടക്കമുള്ളവ ഒക്കെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഫോൺ കോളുകൾ ഒക്കെ ശേഖരിക്കുക, അത് മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചുകൊണ്ട് ഇതിന്റെ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ, ശബ്ദരേഖകളൊക്കെ തന്നെ നേരിട്ട് യുവതി കൈമാറിയിരുന്നു. പക്ഷേ അതൊക്കെ മൊബൈൽ ഫോണിൽ ശാസ്ത്രീയ പരിശോധന നടത്തിക്കൊണ്ട് വേണം ആ തെളിവുകളൊക്കെ തന്നെ ഉറപ്പിക്കുക, അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നടപടിക്രമത്തിലേക്ക് കടക്കാൻ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയായിരിക്കും ശാസ്ത്രീയ പരിശോധന ഫലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ നേരത്തെ തന്നെ രാഹുലിന്റെയൊക്കെ തന്നെ ജാമ്യാപേക്ഷയിൽ ശബ്ദരേഖയെക്കുറിച്ചൊക്കെ തന്നെ പറയുന്നു. രാഹുൽ നേരത്തെ ആ ശബ്ദരേഖയെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി എടുത്തു കാണേണ്ടതാണ്. അപ്പോൾ ആ ശബ്ദരേഖ രാഹുലിന്റെ തന്നെയാണെന്ന് ഉറപ്പിക്കുക. ഒപ്പം തന്നെ ആ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുക. അതിലെ ചാറ്റുകളുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തുക. അതായത് വാട്സപ്പിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആപ്പിലാണോ ഇത്തരത്തിൽ മെസ്സേജുകൾ ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധനയിൽ ഉറപ്പ് വരും എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറിച്ച് ഇതിനപ്പുറത്തേക്ക് മറ്റു മൊഴി രേഖപ്പെടുത്തൽ നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ശരി, യുവതിയുടെ മൊബൈലും അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഋഷിപാലുണ്ട്. ഋഷിപാൽ, ഇപ്പോൾ വീക്ഷണം പത്രത്തിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗം അത് കോൺഗ്രസ് പൊതുവെ എടുത്ത നിലപാടിന് വിരുദ്ധമാണ്. രാഹുലിന് വേണ്ടി തയ്യാറാക്കിയ മുഖപ്രസംഗമാണത്. അതിൽ വീഴ്ച പറ്റി എന്ന് ഇപ്പോൾ MDക്ക് സമ്മതിക്കേണ്ടി വന്നു. നമ്മളോട് പ്രതികരിച്ചപ്പോൾ അത് VD സതീശനെടുത്ത രൂക്ഷമായ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടല്ലേ? സ്മൃതി, അങ്ങനെയാണ്. ഇപ്പോൾ KPCC അധ്യക്ഷനും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി.
വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തെ KPCC അധ്യക്ഷൻ കൂടി തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ കാര്യത്തിൽ പരസ്യമായി തന്നെ തന്റെ അമർഷം അറിയിച്ചതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തതാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധം തീർക്കാൻ പാർട്ടി മുഖപത്രം എത്തുന്നത് അത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്നതാണ് എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ എത്തുന്നു. ഒടുവിൽ അത് തള്ളിപ്പറഞ്ഞിരിക്കുന്നു. തിരുത്താനുള്ള നിർദ്ദേശം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വീക്ഷണം പത്രത്തിന് നൽകിയിട്ടുണ്ട്. അവർ അത് തിരുത്തും. തിരുത്തവർ പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഇങ്ങനെ മുഖപ്രസംഗം എഴുതിയതെന്നാണ് പറയപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർ തയ്യാറാക്കിയതാണ് ഈ മുഖപ്രസംഗം. അത് പ്രധാനപ്പെട്ട നേതാക്കൾ അത് ശ്രദ്ധിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് തിരക്ക് കാരണമാണ് അശ്രദ്ധ പറ്റിയതെന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇത് ഏതായാലും CPM-ഉം BJP-യും ഒക്കെ ആയുധമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നു എന്ന ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇടപെടൽ നടത്തിയതും നേതൃത്വം അത് തിരുത്തിച്ചതും. സ്മൃതി. ശരി, റോഷിപാലും ഹരിമോഹനുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.